തിരുവനന്തപുരം കളിക്കവിളയിൽ നടുറോട്ടിൽ ഇരുചക്രവാഹനങ്ങളിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനത്തിന്റെ റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച 4 പേർ അറസ്റ്റിലായി. ചന്തിയിലെ പെയിന്റ് കുറച്ചങ്ങ് പോയിരുന്നെങ്കിൽ എന്നാലും പഠിക്കൂല. അപ്പാപ്പ ഇപ്പൊ തീർന്നേനെ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഓക്കെ. എന്തിനാണ് ഈ ബൈക്ക് എടുത്തോണ്ട് നാട്ടുകാരുടെ മണ്ടയ്ക്ക് കയറാൻ നിൽക്കുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. ചോരത്തിളപ്പ് മാറുമ്പോ ജീവൻ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. എല്ലാവർക്കും എന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് മണാലിയിലാണ്. കുറെ റീൽസ് കണ്ട് എല്ലാവരും ഷൂവും അതും ഇതും എല്ലാം വെല്ലുവിളിയൊന്നും അല്ലതാ. അടിയിലെ ഷട്ടി വരാതെ കാണിച്ചു തരാം. ഇതിന് പതിനായിട്ട് ചെയ്യുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് വേണമെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. മണാലി പോയി മഞ്ഞുവാരി വായിലിടുന്നവരൊന്നും ശ്രദ്ധിച്ചോ? അണ്ണന്മാരുടെ കിണ്ടി പതിഞ്ഞ മഞ്ഞാണ്. വീഡിയോ തുടങ്ങിയപ്പോ ഞാൻ പറയാൻ വന്ന കമന്റ്, മക്കളെ കാലിന്റെ വിരല് മുറിച്ചു മാറ്റേണ്ടി വരും കേട്ടോ. പിന്നല്ലേ മനസ്സിലായത് പിള്ളേര് വേറെ ലെവലാണെന്ന്. മുണ്ടുപോക്കി ചുക്കാമണി പോലെ വെച്ച് പിള്ളേര് എന്ത് പറയാനാ. ാറും സുന്നാമണി ഇല്ലാതെ നാട്ടിൽ പോകേണ്ടി വരും. എന്നെ ആരെങ്കിലും മണാലിക്ക് കൊണ്ടുപോയാൽ തുണി ഇല്ലാണ്ട് അവിടെ കിടന്ന് കാണിക്കുക. പൈസ ഇല്ലാത്തോണ്ടാ. ഇവിടെ ആരെങ്കിലും ഒരു ടിക്കറ്റ് എടുത്ത് പറഞ്ഞവന് അവന്റെ തുണി ഇല്ലാത്ത വീഡിയോ വരെ ഒന്ന് നോക്കട്ടെ. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അപ്പിയിടുന്ന ഒരു ജീവിയാണ് സ്ലോത്ത്. മരത്തിനു മുകളിൽ ജീവിക്കുന്ന ഇവ മലവിസർജനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആഴ്ചയിലൊരിക്കൽ മരത്തിന് താഴെ ഇറങ്ങുന്നത്. എന്നാൽ ഇവയുടെ ചലനം മന്ദഗതിയിലായതുകൊണ്ട് തന്നെ താഴെ ഇറങ്ങുന്ന സ്ലോത്ത് പലപ്പോഴും മറ്റു ജീവികളുടെ ഇരയാകാറുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം, സ്ലോത്ത് കൊള്ളാം. മമ്മൂട്ടി വീട്ടിലേക്കുള്ള പോക്കാണ്. മുതുക് കിണായിരുന്നു കളിക്കണമൊക്കെയാണ്. കൊച്ചു പിള്ളേരായിരുന്നു കളിക്കണൊക്കെ. എന്തോന്നാ ഇതൊക്കെ? പൂച്ചേനൊക്കെ എടുത്ത് ഫ്രണ്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. തള്ളപ്പൂച്ച കഴപ്പ് കഴിഞ്ഞെങ്കിൽ എന്റെ പിള്ളേരെ തിരിച്ചു കടാൻ മാറി. സീറ്റ് ബെൽറ്റ് ഇടും ബ്രോ. സീറ്റ് ബെൽറ്റും തലയിലെ ലൈറ്റും ഒരൊറ്റ കണക്ഷനിലാണ് പോയിരിക്കുന്നത്. പോടാ, പോയൊരു ബ്രാ മേടിച്ചിടാ പോടാ. ഹലോ ഗോയ്സ്, എൻ്റെ കുട്ടി അച്ചുവാണ്. അച്ചുവിന് വേണ്ടിയിട്ട് റീൽ ചെയ്യുന്നുണ്ട്. ഋഷികേശാണ്. അച്ചുവിൻ്റെ മുത്താണ്, എൻ്റെ കരളാണ്, എൻ്റെ തേനാണ്. അച്ചു, ഐ ലവ് യു അച്ചു. അച്ചുവിൻ്റെ ചെക്കനാണ് ഋഷികേശ്. കരവണ്ണൂരാണ്. അച്ചു കൊയിലാണ്ടിയ വീട്. വീട്ടിൽ പോണ തടം കൂടെ പറഞ്ഞു പറ. അച്ചുവിൻ്റെ ചെക്കനാണ് ഋഷികേശ്. കരവണ്ണൂരാണ്. അച്ചു കൊയിലാണ്ടിയ വീട്. എന്തായാലും ഈ വീഡിയോ അച്ചു കണ്ടില്ലെങ്കിലും അച്ചുവിന്റെ അച്ഛൻ കാണും. അച്ചു, ഐ ലവ് യു അച്ചു. ഉണ്ടാതിരിയടാ. അച്ചുവിന്റെ അച്ഛൻ അറിഞ്ഞാൽ നിന്റെ മുത്തും കറലും ഒക്കെ പറിച്ചോണ്ട് പോകും. അതിന് ചാൻസ് ഇല്ല. അച്ചുവിന്റെ അച്ഛൻ അറിയണതിന് മുന്നേ അച്ചു എന്നെ തേച്ചെന്നാണ് തോന്നണത്. ഹലോ ഗൈസ്, എന്നെ കുട്ടീനെ വേറൊരുത്തും വിളിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഓൾ എന്നെ വിളിക്കുന്നില്ല. നിന്റെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോഴേ തോന്നി അച്ചു വാദ്യം ചുരുട്ടി ഓടുമെന്ന്. അർച്ചയ പേര് ഓള് ഞാനല്ല പറയാൻ എന്നെ വിളിക്കാൻ പോയി. ഗൈസ് തന്നെ അത് നമ്മൾ ഇനി പറയണോടാ വിളിക്കാൻ. ഇവന്റെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് ചിരിക്കണോ കരയണോന്ന് അറിയാൻ പോയല്ലോടാ. എന്തായാലും സ്നേഹമുള്ളവനാണ് കേട്ടാ. അവൾ ആരെ വിളിച്ചാലും കുഴപ്പമില്ല. ഇവനെ കൂടെ വിളിച്ചാ മതി. ഓള് ഞാനല്ല പറയാൻ എന്നെ വിളിക്കാൻ പോയി. നമ്പർ താടാ, ഞാൻ ഇപ്പൊ തന്നെ പറയാം. അച്ചു, ഐ ലവ് യു അച്ചു. ഗുഡ് മോർണിംഗ്. കള്ള ബെടുക്കൂസ്. കട്ടളല്ലാണ്ട് ആണി അടിച്ച് തൂങ്ങി കിടക്കുകയാണ് മനുഷ്യനെ പറ്റിക്കാനായിട്ട്. അച്ചു, ഐ ലവ് യു അച്ചു. എടാ നിർത്തടാ, പോടാ. നിന്നെ തേച്ചവള് പോ. ഇത് ഫൗള് ഫൗള് ഫൗള്. ഇത് സമ്മതിക്കൂലട്ടാ. നമുക്കുണ്ടായിരുന്നു സാറന്മാര്. കിട്ടി അടിക്കൊന്നും കൈയും കണക്കുമില്ല. ഇവിടെ സാറ് പുറകിലുള്ളത് അറിയാതെ ഇരട്ടപ്പേര് വിളിച്ചതിന് ചന്തി പൊളിഞ്ഞതാണ് വരുന്നത്. ഇപ്പോഴത്തെ പിള്ളേരങ്ങനെ ചൂരലെടുത്ത് അടിക്കാൻ പറ്റൂല. നമ്മളെ സമയത്തൊക്കെ ഈ നീളോ ഈ വണ്ണമുള്ള ചൂരലിനാണ് മൂട്ടി കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സാറന്മാരൊക്കെ പിള്ളേരുടെ കളിപ്പാട്ടമാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ടെറർ സാറന്മാർ. നമ്മളെ സ്കൂളിൽ ഒരു എറുത്തടി വീരനുണ്ടായിരുന്നു. അടിക്കണ സ്ഥലത്ത് തന്നെ ഒരു 7-8 അടി ചേർത്തങ്ങടി. പുള്ളിക്കാരനൊക്കെ ഇപ്പൊ ജീവനോടെ ഉണ്ടാകുന്നു. പിന്നെ വേറൊരു സാറുണ്ടായിരുന്നു, കണ്ണൊക്കെ ചോപ്പിച്ചിട്ട് ഉപ്പൻ.
അതൊക്കെ ഒരു കാലം. ഇതുപോലെ നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഇതുപോലത്തെ ടെറർ സാറന്മാരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. അച്ചു ഐ ലവ് യു അച്ചു. പഠിച്ചു കഴിഞ്ഞിട്ട് എന്തോ അംബിഷൻ, എന്താവാൻ അംബിഷൻ? എന്തെങ്കിലും ആവാലോ. ആക്രി കച്ചവടക്കാരൻ പേപ്പർ വായിക്കാൻ ചെറുക്കെ അവിടെ പോയാലും ജീവിച്ചു പോകും കേട്ടാ. നാളെ ഇത്തിരി ഉള്ളെങ്കിലും നാവിന്റെ നീളം ഇത്രയുണ്ട്. പിന്നെ ഈ ആക്രി കച്ചവടം എന്ന് പറയുന്നത് ചെറിയ പരിപാടിയൊന്നും അല്ല. അവര് ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. കോടികളുടെ ബിസിനസ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിലേ നിങ്ങളുടെ വീട്ടിലെ ആക്രികൾ ഡയറക്റ്റ് നിങ്ങൾ ആക്രി കടയിൽ കൊണ്ട് കൊടുക്കണം. നമ്മളെ വീട്ടിൽ വന്ന് ആക്രി എടുത്തോണ്ട് പോണവര് നമുക്കൊരു കപ്പ് അവില അല്ലെങ്കിൽ ഒരു 10 രൂപ തന്നിട്ട് ആക്രി എടുത്തോണ്ട് അങ്ങ് പോകും. നമ്മളത് ഡയറക്റ്റ് എടുത്ത് ആക്രി കടയിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ 10 രൂപയുടെ സ്ഥാനത്ത് നമുക്ക് 100 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർ നമുക്കൊരു 100 രൂപ ഇങ്ങോട്ട് തരണമെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എത്ര രൂപ കിട്ടുമെന്ന് ആലോചിക്കുകയാണ്. അനുഭവം ഉണ്ട്. അനുഭവം ഉള്ളവരുടെ കമന്റ് ചെയ്യട്ടാ. പിന്നെ ഇതിനൊക്കെ ഒരു ബിസിനസ് മൈൻഡും കൂടെ വേണം. പ്രഭാത ഭക്ഷണശേഷം കാർഷിക വൃത്തിക്കായി പടിയിറങ്ങിയ കറുപ്പായിൽ നാദരഹിതമായി ഭവനം. കറുപ്പായുടെ ശൂന്യതയിൽ അടുക്കള ചുവരിറങ്ങി പല്ലിക്കുട്ടി. ശാന്തതയുടെ കുശിനിയിൽ കണ്ണുകൾ തിരഞ്ഞതും 4 ചോറ് നിലത്ത്. സന്തോഷം തന്റെ അമ്മയെ വിളിച്ചറിയിച്ച് ലക്ഷ്യത്തിലേക്ക് നീങ്ങി പല്ലിക്കുഞ്ഞ്. സന്തോഷത്തിന്റെ വിളി കവാടങ്ങൾ തകർത്ത് തുളച്ചു കയറിയത് തേനീച്ചയെ ലക്ഷ്യമിട്ടിരുന്ന പാക്കായിയുടെ ചെവിയിൽ. തേനീച്ചയിൽ നിന്നും രക്ഷപ്പെട്ട പാക്കായി ശബ്ദകോൺ ലക്ഷ്യം വെച്ച് പാദങ്ങൾ ചലിപ്പിക്കുന്നു. തന്റെ പാതയോരത്തെ ശേഷിപ്പുകൾ പറയും താൻ ആരാണെന്ന്. ശബ്ദതോത് കാതിലുരുട്ടി ഇരയുടെ പ്രായം കണക്കാക്കി പാക്കായി എത്തി. പല്ലിക്കുട്ടി തനിക്ക് ഇര തന്നെ. പാക്കായുടെ കാന്തിക വ്യൂഹത്തിൽ നിശ്ചലമായി പല്ലി. നിസ്സഹായതയിൽ മൗനം പാലിച്ച് മാതാവ്. പല്ലിക്കും പല്ലിനും ഇടയിലെ ദൂരം കണക്കാക്കി കുതിച്ചതിൽ കളത്തിലായി പാക്കായി. പറന്നു നിന്ന ജീവൻ എത്തിപ്പിടിച്ചോടി പല്ലി. താനിവിടെ എന്തിനു വന്നു? പല്ലി തല്ലിയതോ? ചിന്തയുടെ മുൾമുനയിൽ ഈ നിമിഷത്തെ ശപിച്ച് പാക്കായി. എടാ നീ ഇത് എങ്ങനെടാ ഷൂട്ട് ചെയ്തത്? നാഷണൽ ജോഗ്രഫി വരെ തോറ്റുപോലടാ. ധാരേതായാലും ഇതിന് പുറകിൽ നല്ലൊരു എഫേർട്ട് ഉണ്ട്. സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. ഈ പല്ലിയൊക്കെ വെച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു? നമിച്ചണ്ണാ കഴിവ്. പാക്കായിയെ വീഴ്ത്തിയതോ അതോ വീണതോ? വീണ പാക്കായി വീണ്ടും ശ്രമം തുടരുമോ? പല്ലിക്കുട്ടിക്ക് തന്റെ അമ്മയെ വീണ്ടും കാണാനാകുമോ? പ്രേക്ഷകരുടെ നെഞ്ചിൽ തീരാ നോവായി പല്ലിക്കുട്ടി. പ്രതീക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ബോവിസ്. നാളെ രാത്രി 1907 നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ. എന്തായാലും കൊള്ളാം. നമ്മളും ഡെയിലി ഈ പൂച്ചനെയും പല്ലിനെയൊക്കെ കാണുന്നതാണേ. നമ്മുടെ മൈൻഡിൽ പോയില്ലല്ലോ ഇങ്ങനൊരു സംഭവം. എന്തായാലും കൊള്ളാം. അടിപൊളി. അപ്പൊ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.